ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ആപ്പിൾ ജാമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർത്ത ജാമൊക്കെ വാങ്ങി കഴിക്കുന്നത് കൊണ്ടും ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ ആപ്പിൾ വെച്ചിട്ടുള്ള ജാമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/2 കിലോ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1-2 കിലോ ഒക്കെ എടുക്കാം കേട്ടോ. എന്നാലാണ് കുറച്ച് എമൗണ്ട് ജാം നമുക്ക് കൂടുതലായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ കുറച്ചാണ് കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 1/2 കിലോ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാനിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പരുവാവണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഒന്ന് മിക്സർ ജാറിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ആപ്പിളായതുകൊണ്ട് തന്നെ ഒരുപാട് വേവാൻ സമയം ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് വെന്തും കിട്ടും. ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ആ തൊണ്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിലെ സത്ത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഒരുപാട് പാടുള്ള പണിയൊന്നുമല്ല. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ പരുവൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് മൊത്തം നമുക്ക് ഇതുപോലെ അതിൻ്റെ സത്ത് ഊറ്റിയെടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് അതിൻ്റെ സത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇത് മാറ്റണം. ഞാനിവിടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അതാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കാരണം അടി പിടിക്കാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കില്ല. മറ്റുള്ള പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കിലോൻ്റെ ഒക്കെ അടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുന്ന സമയത്താണ് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ജാമിനൊരു പുളിരസം കൂടി വേണം. അപ്പോൾ നാരങ്ങാനീര് ഒരു 1.5 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് നിലത്തേക്ക് ചാടരുത്. നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് കൊട്ടിയിടുമ്പോഴായിരിക്കണം ചാടേണ്ടത്. അതാണ് നമ്മുടെ ജാമിൻ്റെ പരുവം. പിന്നെ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും, കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാകം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നാച്ചുറൽ കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നാച്ചുറൽ കളർ മാത്രം യൂസ് ചെയ്യുക, അല്ലാത്തത് വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.